ഹലോ, CSS വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് നമ്മൾ സാധാരണ കാണുന്ന ഗ്രീൻ കളർ ആയിരിക്കും, അതൊരു യെല്ലോയിഷ് കളറിൽ വരും. നമ്മളത് കഴിക്കും, നല്ല പുളിയായിരിക്കും. സാധാരണ പഞ്ചസാര ഉപയോഗിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. ഞാൻ ഇതിൻ്റെ തൈ മേടിക്കുമ്പോൾ റെഡ് കളർ എന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത്. പക്ഷേ ഇത് ഗോൾഡൻ കളറാണ്, യെല്ലോ അല്ല, നല്ല ഗോൾഡൻ കളറാണ്. പോരാത്തതിന് ഇതിൻ്റെ സൈസും ഒരു ഡബിൾ സൈസ് ഉണ്ട്. സാധാരണ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇരട്ടി സൈസ് ഇതിനുണ്ട്. പാഷൻ ഫ്രൂട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. വൈറ്റമിൻസ് ഒരുപാടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, മിനറൽസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. ഹാർട്ട് പേഷ്യൻസിന് നല്ലതാണ്, ദഹനപ്രക്രിയയ്ക്ക് വളരെ നല്ലതാണ്, ഷുഗർ പേഷ്യൻസിന് വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. ഷുഗർ യൂസ് ചെയ്യാതെ കഴിക്കണം. എപ്പോഴും ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. നമ്മൾ പഞ്ചസാര കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പാഷൻ ഫ്രൂട്ട് ഞാൻ കട്ട് ചെയ്തു. നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അകം യെല്ലോ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നല്ല വാട്ടറി കണ്ടന്റ് ഉണ്ട്. കടക്കാരൻ എനിക്ക് തന്നത് റെഡ് പാഷൻ ഫ്രൂട്ടാണ്, വളരെ ടേസ്റ്റിയാണെന്ന് പറഞ്ഞാണ്. പക്ഷെ അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അത്യാവശ്യം മധുരമുണ്ട്. നമ്മുടെ സാധാരണ പാഷൻ ഫ്രൂട്ട് പോലെ കടുത്ത പുളിയില്ല, എന്നാൽ പുളിയുണ്ട്. വലിയ മധുരമില്ല, ഒരുപാട് ഓവർ മധുരമോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിക്കരുത്. സാധാരണ പാഷൻ ഫ്രൂട്ടിനേക്കാൾ ഒരു അല്പം കൂടി മധുരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പുളിയുണ്ട്, പുളിയാണ് കൂടുതലും നിൽക്കുന്നത്. ഒരു 70 to 80% പുളിയാണ് നിൽക്കുന്നത്.